രണ്ടാം വർഷ കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വോളിയം 3-ൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? എന്താണ് കോർഡിനേഷൻ നമ്പർ, ഓയിഡ്സ് എന്താണ്, ഓയിഡ്സ് എത്ര തരം, അതുപോലെ ക്ലോസ് പാക്കിംഗ് ഇൻ ക്രിസ്റ്റൽ 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ, ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. ഇതുകൂടാതെ പാക്കിംഗ് എഫിഷ്യൻസി സിമ്പിൾ ക്യൂബിക്കിലും ബോഡി സെന്റേഡ് ക്യൂബിക്കിലും അതുപോലെ ഫേസ് സെന്റേഡ് ക്യൂബിക്കിലും പാക്കിംഗ് എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു അല്ലേ. ഇന്ന് വോളിയം 4-ൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് കാൽക്കുലേഷൻ ഓഫ് ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ ഫ്രം ക്രിസ്റ്റലോഗ്രാഫിക് ഡേറ്റ. ഒരു ക്രിസ്റ്റലിന്റെ ഇന്റേണൽ സ്ട്രക്ചർ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ. ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ ഉപയോഗിച്ച് ഒരു ക്രിസ്റ്റൽ ഏത് ടൈപ്പാണെന്നും ആ ക്രിസ്റ്റലിന്റെ യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്ത് എന്താണെന്നും നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പം എ എന്നത് ആ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്ത് എന്നിരിക്കട്ടെ. അതേപോലെ ക്രിസ്റ്റൽ ഏത് ടൈപ്പാണ്, ബോഡി സെന്റേഡ് ആണോ, ഫേസ് സെന്റേഡ് ആണോ, അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് ആണോ എന്നുള്ള വിവരവും എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിൽ നിന്ന് കിട്ടും. അപ്പോൾ ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് ഇസഡ് എന്നിരിക്കട്ടെ. അപ്പോൾ ഈ രണ്ട് വിവരങ്ങൾ നമുക്ക് ക്രിസ്റ്റലോഗ്രാഫിക് ഡേറ്റയിൽ നിന്ന് കിട്ടി. ഇതുകൂടാതെ ഈ സോളിഡ് സബ്സ്റ്റൻസ് അറിയാമെങ്കിൽ അതിന്റെ മോളാർ മാസ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ആ യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. എഡ്ജ് ലെങ്ത് ഓഫ് ദ യൂണിറ്റ് സെൽ of a cubic crystal determined by X-ray diffraction is A. D is the density of the solid substance and M is its molar mass. And also by knowing the type of crystal lattice, say Z, from X-ray diffraction, density D of the unit cell can be calculated. അപ്പോൾ ഡെൻസിറ്റി നമുക്കറിയാം, മാസ് ബൈ വോളിയം. അപ്പോൾ ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ഇനി എന്താണ് ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ്? നമുക്കറിയാം യൂണിറ്റ് സെൽ ഒരു 3 ഡയമെൻഷണൽ സ്പേസ് ആണ്. അപ്പോൾ അതിന്റെ മാസ് എന്ന് പറയുന്നത് ആ യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടോ ആ പാർട്ടിക്കിളിന്റെ മാസ് ആയിരിക്കും. ഒരു പാർട്ടിക്കിളെ ഒരു യൂണിറ്റ് സെൽ ഉള്ളൂ എങ്കിൽ ആ യൂണിറ്റ് സെല്ലിന്റെ മാസ് ആ ഒരു പാർട്ടിക്കിളിന്റെ മാത്രം മാസ് ആയിരിക്കും. 2 ആണെങ്കിൽ 2 പാർട്ടിക്കിളിന്റെ മാസ്, 4 ആണെങ്കിലോ ആ 4 പാർട്ടിക്കിളിന്റെ മാസ് ആയിരിക്കും യൂണിറ്റ് സെല്ലിന്റെ മാസ്. അപ്പോൾ മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ നമുക്ക് എങ്ങനെ കണക്കാക്കാം? ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടോ അതിനെ ഒരു പാർട്ടിക്കിളിന്റെ മാസ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെൽ ഇൻടു മാസ് ഓഫ് 1 പാർട്ടിക്കിൾ വിൽ ഗീവ് യു മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ക്രിസ്റ്റലോഗ്രാഫിക് ഡേറ്റയിൽ ഒരു ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് കണ്ടു. കൂടാതെ എഡ്ജ് ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ്? A. അങ്ങനെയാണെങ്കിൽ ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ വോളിയം എന്താണ്? AQ. നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെൽ എന്ന് എടുക്കാം Z. നമുക്ക് സബ്സ്റ്റൻസ് അറിയാവുന്നത് കൊണ്ട് അതിന്റെ മോളാർ മാസ് അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിക്കിളിന്റെ മാസ് പറയൂ. മോളാർ മാസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ഡിവൈഡഡ് ബൈ AQ. അപ്പൊ ഈ എണ്ണയും കൂടെ താഴെ വരും. അപ്പൊ D is equal to എന്ത് കിട്ടി? Z into M ഡിവൈഡഡ് ബൈ AQ NA. അപ്പൊ ഇങ്ങനൊരു എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം ക്രിസ്റ്റലോഗ്രാഫിക് ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട്. ഏതൊക്കെ കിട്ടി? ക്രിസ്റ്റലോഗ്രാഫിക് ഡേറ്റയിൽ നിന്ന് ഇസഡിന്റെ വാല്യൂ കിട്ടി, എഡ്ജ് ലെങ്ത് എയും കിട്ടി. പിന്നെ സബ്സ്റ്റൻസ് അറിയാം, അങ്ങനെയാണെങ്കിൽ മോളാർ മാസ് അറിയാം. പിന്നെ NA is a കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ ഡെൻസിറ്റിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു. ഈ ഇക്വേഷൻ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അത്യാവശ്യമാണ്, ഓർത്ത് വെച്ചേക്കുക. D is equal to Z into M ഡിവൈഡഡ് ബൈ A ക്യൂബ് NA. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്കറിയണമല്ലോ. Z എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെൽ. സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ Z1, ബോഡി സെന്റേഡ് ക്യൂബിക് ആണെങ്കിൽ Z2, ഫേസ് സെന്റേഡ് ക്യൂബിക് ആണെങ്കിൽ Z4. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. M എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ മാസ് ഓഫ് ദി സബ്സ്റ്റൻസ്. NA അവഗാഡ്രോ നമ്പർ. A എന്താണ്? എഡ്ജ് ലെങ്ത്. ഇതുകൂടാതെ പ്രോബ്ലം ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് ഒരു FCC ലാറ്റിസ് ആണെന്ന് വിചാരിക്കാം. FCC ലാറ്റിസിൽ എന്താ ഉള്ളത്? നമ്മൾ പ്രധാനമായിട്ടും ഡെറിവേഷനിൽ ഫേസ് ഡയഗണൽ എടുത്തു. ആ ഫേസ് ഡയഗണലിൽ എന്തുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിച്ചത്? B. അപ്പൊ അത് സെക്കൻഡ് ലെറ്റർ. അപ്പൊ √2A. എനി ഡയഗണൽ, ഏത് ഡയഗണലിൽ നമ്മൾ എന്താണെന്നാ കണ്ടത്? 4R അല്ലേ.
കാരണം 3 പാർട്ടിക്കിൾ കോണ്ടാക്ട് വരും. അപ്പോൾ r+2r+r അതാണ് ഏത് ഡയഗണലും. അപ്പോൾ 4r = √2a. അതിൽ നിന്ന് r-ന്റെ വില കിട്ടി, 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, √2a/4 അല്ലെങ്കിൽ a/2√2. അതിൽ നിന്ന് a യുടെ വാല്യൂ കിട്ടും, a = 2√2. ഇത് കാണാൻ പഠിക്കണമെന്നില്ല. ഫേസ് ഡയഗണലില് FCC എഴുതുമ്പോൾ ബി എന്ന് പറഞ്ഞ ലെറ്റർ ഇല്ല, അതുകൊണ്ട് ഫേസ് ഡയഗണൽ ബി എന്നെടുക്കും. അത് സെക്കൻഡ് ലെറ്റർ √2a, ഇനി ഡയഗണൽ 4r = √2a. അതിൽ നിന്ന് r കിട്ടും, √2a/4 അല്ലെങ്കിൽ a/2√2 ഓർ a = 2√2r. ഇതേപോലെ BCC ആവുമ്പോൾ എന്താ ഉള്ളത്? ബോഡി ഡയഗണൽ. BCCയിൽ ബോഡി ഡയഗണൽ. അവിടെ നമ്മൾ ബോഡി ഡയഗണൽ എടുത്തത് ഇവിടെ ബി എന്നുള്ള ലെറ്റർ ഉണ്ട്, അതുകൊണ്ട് ബി എന്നെടുത്തില്ല. അടുത്ത ലെറ്റർ സി എന്നെടുത്തു. അത് തേർഡ് ലെറ്റർ √3a. അങ്ങനെ ഓർത്ത് വെച്ചേക്കാം, √3a. ഇനി ഡയഗണൽ 4r. അപ്പൊ 4r = √3a. അപ്പൊ അതിൽ നിന്ന് നമുക്ക് r-ന്റെ വില കിട്ടും, √3a/4 അല്ലെങ്കിൽ a യുടെ വാല്യൂ കിട്ടും, 4r/√3. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കാവുന്നതാണ്. ഇനി മോളാർ മാസ് തന്നിട്ടില്ല, അതെങ്ങനെ കണ്ടുപിടിക്കും? ഒരുപക്ഷെ ഒരു ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിളിന്റെ മാസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന മാസിനെ ആ മാസിലുള്ള പാർട്ടിക്കിൾ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു പാർട്ടിക്കിളിന്റെ മാസ് കിട്ടും. അതിനെ അവഗാഡ്രോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ മോളാർ മാസ് കിട്ടും. ഇനി ചില പ്രോബ്ലം ഒരു ഗിവൺ മാസിൽ എത്ര യൂണിറ്റ് സെൽ ഉണ്ടെന്ന് ചോദിക്കാം. നമ്പർ ഓഫ് യൂണിറ്റ് സെൽ ഇൻ എ ഗിവൺ മാസ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന മാസിനെ ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. തന്നിരിക്കുന്ന മാസ് W എന്നിരിക്കട്ടെ. ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ് എന്താണ്? ഒരു യൂണിറ്റ് സെല്ലിന്റെ പാർട്ടിക്കിളിന്റെ എണ്ണത്തെ ഒരു പാർട്ടിക്കിളിന്റെ മാസ് കൊണ്ട് ഗുണിക്കുക. ഒരു പാർട്ടിക്കിളിന്റെ മാസ് എങ്ങനെ കിട്ടും? മോളാർ മാസ് ഡിവൈഡ് ബൈ അവഗാഡ്രോ നമ്പർ. അപ്പോൾ അത് തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ WNA ഡിവൈഡ് ബൈ Z/m. ഇത് വെച്ചുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ് സെൽ ഇൻ എ ഗിവൺ മാസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഇനി ഇതേപോലെ നമ്പർ ഓഫ് യൂണിറ്റ് സെൽ ഇൻ എ ഗിവൺ വോളിയം. ഒരു ഗിവൺ വോളിയത്തിൽ എത്ര യൂണിറ്റ് സെൽ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനെന്ത് ചെയ്യുക? ആദ്യം തന്നിരിക്കുന്ന വോളിയത്തെ ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം നമുക്ക് പഠിക്കാനുള്ളത് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ അതിന്റെ എഡ്ജിൽ എന്ത് a ആയ സ്ഥിതിക്ക് വോളിയം എന്താണ്? a³. അപ്പോൾ തന്നിരിക്കുന്ന വോളിയത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? a³ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? നമ്പർ ഓഫ് യൂണിറ്റ് സെല്ലിനെ ഗിവൺ വോളിയം. ഇത് വെച്ചുകൊണ്ടുള്ള ചില പ്രോബ്ലങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗോൾഡ് അറ്റോമിക് റേഡിയസ് തന്നിട്ടുണ്ട് 0.144 നാനോമീറ്റർ nm. Crystallizes in a face-centered unit cell. What is the length of the side of the unit cell? അപ്പോൾ ഗോൾഡ് അറ്റോമിക് റേഡിയസ് തന്നിട്ടുണ്ട്. അതൊരു ഫേസ് സെന്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലായിട്ടാണ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ യൂണിറ്റ് സെല്ലിന്റെ ഒരു വശത്തിന്റെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, എഡ്ജ് ലെന്ത്. നമുക്ക് FCC എന്ന് കേട്ടാൽ നമ്മൾ ആദ്യം വിചാരിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിൽ വരുന്നത് ഫേസ് ഡയഗണലാണ്. FCCയിൽ എന്താ ഉള്ളത്? ഫേസ് ഡയഗണൽ. ഫേസ് ഡയഗണലിൽ ബി എന്ന് പറഞ്ഞ ലെറ്റർ ഇല്ല, അപ്പൊ ബി എന്ന് എടുക്കും. അത് സെക്കൻഡ് ലെറ്റർ √2a, ഇനി ഡയഗണൽ 4r. അപ്പൊ 4r = √2a. കണ്ടുപിടിക്കേണ്ടത് a ആണ്. അപ്പൊ a കണ്ടുപിടിക്കാൻ 4r/√2. 4r/√2. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ 2√2r എന്ന് കിട്ടും. 2√2r. a = 2√2r. അപ്പം 2 × √2 പകരം 1.414 ഇൻറ്റു ആറിന് പകരം 0.144 nm. ഇത് ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വില 0.407 നാനോമീറ്റർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അലുമിനിയം crystallizes in a cubic closed pack structure. Its metallic radius is 125 pm. Number 1, what is the length of the side of the unit cell? Second part, how many unit cells are there in 1 cm³ of aluminum? അപ്പോൾ അലുമിനിയം CCP ആയിട്ട് ക്രിസ്റ്റലൈസ് ചെയ്യുന്നു. അറ്റോമിക് റേഡിയസ് തന്നിട്ടുണ്ട് 125 pm. അതിനെ സെന്റിമീറ്റർ ആക്കിയാൽ 125 × 10⁻⁻10 സെന്റിമീറ്റർ. അലുമിനിയം ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് CCP ഓർ FCC ആയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫേസ് ഡയഗണൽ ഇവിടെ FCC എന്നോ CCP എന്നോ എഴുതുമ്പോൾ ബി എന്ന് പറഞ്ഞ ലെറ്റർ ഇല്ല, അതുകൊണ്ട് ഓർത്തിരിക്കാൻ വേണ്ടി ഡയഗണലിനെ ബി എന്ന് എടുക്കാൻ പറഞ്ഞു. ബി സെക്കൻഡ് ലെറ്റർ √2a, ഇനി ഡയഗണൽ 4r. 4r = √2a. അതിൽ നിന്ന് a കണ്ടുപിടിക്കുമ്പോൾ വാട്ട് ഈസ് a? 4r/√2. അപ്പോൾ ഒരു √2 വെട്ടിയാൽ 4നെ എങ്ങനെ എഴുതാം? ബാക്കി 2√2r. Therefore a = 2√2r. Therefore length of the side of the unit cell a = 2 × √2ന്റെ വില 1.414 ഇൻറ്റു റേഡിയസ് തന്നിട്ടുണ്ട് 125.
അതിനെ നമ്മൾ സെന്റിമീറ്റർ ആക്കിയപ്പോൾ ഇൻറ്റു 10⁻⁻10 സെന്റിമീറ്റർ. ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 354 × 10⁻⁻10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 354 PM എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ പാർട്ട് 1 സെന്റിമീറ്റർ ക്യൂബിൽ എത്ര അലുമിനിയം ഉണ്ട്, അതങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. തന്നിരിക്കുന്ന വോള്യത്തിനെ ഒരു യൂണിറ്റ് സെല്ലിന്റെ വോള്യം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. തന്നിരിക്കുന്ന വോള്യം എത്രയാണ്? 1 സെന്റിമീറ്റർ ക്യൂബ് ഡിവൈഡ് ബൈ വോള്യം ഓഫ് എ യൂണിറ്റ് സെൽ. ഇവിടുത്തെ ക്യൂബിക് യൂണിറ്റ് സെൽ അല്ലേ, അപ്പോൾ വോള്യം പറ എ ക്യൂബ്. അപ്പോൾ എഡ്ജിൽ നിന്ന് നമുക്ക് കിട്ടി എ. അപ്പോൾ 354 × 10⁻⁻10 സെന്റിമീറ്റർ ദ ഹോൾ ക്യൂബ്. അപ്പോൾ സെന്റിമീറ്റർ ക്യാൻസലായി. അപ്പോൾ യൂണിറ്റ് ഇല്ല, കാരണം നമ്മൾ നമ്പറാണ് കണ്ടുപിടിക്കുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യപ്പോൾ 2.26 × 10⁻22 എന്ന് കിട്ടി. അപ്പോൾ ഇത്രയും യൂണിറ്റ് സെല്ലുകളുണ്ട് 1 സെന്റിമീറ്റർ ക്യൂബ് അലുമിനിയത്തിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An element with a molar mass 2.7 × 10⁻² kilogram mole raised to -1 forms a cubic unit cell with edge length 405 pm if its density is 2.7 × 10⁻³ kilogram meter raised to -3. What is the nature of the cubic unit cell? അപ്പോൾ ഈ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ സ്വഭാവം എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ക്യൂബിക് ആണോ, ബോഡി സെന്റേഡ് ക്യൂബിക് ആണോ, ഫേസ് സെന്റേഡ് ക്യൂബിക് ആണോ എന്ന് പറയണം. അപ്പോൾ നമുക്ക് ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയല്ലോ, നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെൽ. അപ്പോൾ ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, മോളാർ മാസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ എടുക്കാമല്ലോ. D = Z × M / A³NA. ഇതിൽ നിന്ന് നമുക്ക് ഇസഡിന്റെ വാല്യൂ എഴുതാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഇസഡ്? ക്രോസ് ഗുണിക്കുമ്പോൾ DA³NA / M. ഇവിടെ D എന്താണ്? ഡെൻസിറ്റി. ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് ഡെൻസിറ്റിയുടെ വാല്യൂ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 2.7 × 10⁻³ കിലോഗ്രാം മീറ്റർ റേസ്ഡ് ടു -3 ഇൻറ്റു എക്ക് പകരം എഡ്ജ് ലെന്ത്. എന്തായിരുന്നു എഡ്ജ് ലെന്ത്? 405 PM. അതിനെ നമുക്ക് മീറ്റർ ആക്കാം. അപ്പോൾ 405 × 10⁻⁻12 മീറ്റർ ദ ഹോൾ ക്യൂബ് ആണല്ലോ. ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23 മോൾ റേസ്ഡ് ടു -1 ഡിവൈഡ് ബൈ മോളാർ മാസ്. എന്താ മോളാർ മാസ് തന്നേക്കുന്നത്? 2.7 × 10⁻⁻2 കിലോഗ്രാം മോൾ റേസ്ഡ് ടു -1. അപ്പോൾ മോൾ റേസ്ഡ് -1 മോൾ റേസ്ഡ് -1 ക്യാൻസൽ, കിലോഗ്രാം ക്യാൻസൽ, മീറ്റർ റേസ്ഡ് -3 മീറ്റർ ക്യൂബ് ക്യാൻസൽ. അപ്പോൾ നമുക്ക് യൂണിറ്റ് എല്ലാം വെട്ടിപ്പോയി. എന്താ കണ്ടുപിടിക്കുന്നത്? എണ്ണം. അതുകൊണ്ട് യൂണിറ്റ് ഇല്ല. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും, നിയർലി 4. അങ്ങനെ 4 കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സിൻസ് Z = 4 there are 4 particles per unit cell. ഇസഡിന്റെ വാല്യൂ 4 കിട്ടിയതുകൊണ്ട് ഈ യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട്? 4 പാർട്ടിക്കിൾ ഉണ്ട് ഒരു യൂണിറ്റ് സെല്ല്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ടൈപ്പ് ആയിരിക്കും? ദ ക്യൂബിക് യൂണിറ്റ് സെൽ മസ്റ്റ് ബി FCC or CCP. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Silver forms a CCP lattice and X-ray studies of its crystal shows that the edge length of its unit cell is 408.6 PM. Calculate the density of silver. Atomic mass of silver തന്നിട്ടുണ്ട്. അപ്പോൾ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. D = Z × M / A³NA. ആ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ഇസഡിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതെന്ത് ലാറ്റിസ് ആണ്? CCP ഓർ FCC. അങ്ങനെയാണ് ഇസഡ് എത്രയാണ്? 4. അപ്പോൾ ഇസഡിന് പകരം 4 കൊടുത്തു. M മോളാർ മാസ്, അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. അത് ഗ്രാമിൽ പറഞ്ഞാൽ എന്തായി? മോളാർ മാസായി. അപ്പോൾ ഒരു മോളിന്റെ മാസ് 107.9 gram per mole ഡിവൈഡഡ് ബൈ എഡ്ജ് ലെന്ത് A. നമുക്ക് തന്നിട്ടുണ്ട് 408.6 PM. അപ്പോൾ അതിനെ നമുക്ക് സെന്റിമീറ്റർ ആക്കാം. ഓക്കെ, അപ്പോൾ 408.6 ഇൻറ്റു സെന്റിമീറ്റർ ആക്കാൻ 10⁻⁻10 സെന്റിമീറ്റർ. അപ്പോൾ അതിന്റെ ക്യൂബ് ഇൻറ്റു NA അവഗാഡ്രോ നമ്പർ, ദാറ്റ്സ് എ കോൺസ്റ്റന്റ്, 6.022 × 10⁻23. ഇവിടെ മോൾ റേസ്ഡ് -1 മോൾ റേസ്ഡ് -1 ക്യാൻസൽ. അപ്പോൾ പിന്നെ ന്യൂമറേറ്ററിൽ എന്തുണ്ട്? ഗ്രാം. ഈ സെന്റിമീറ്റർ റേസ്ഡ് 3 മേളിൽ പോകുമ്പോൾ സെന്റിമീറ്റർ റേസ്ഡ് -3. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 10.5 എന്ന് കിട്ടും. അതുകൊണ്ട് ഡെൻസിറ്റി പറയൂ. 10.5 gram per centimeter cube. ക്രിസ്റ്റൽ ഡിഫക്റ്റ് ഓർ ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻ. എന്താണ് ക്രിസ്റ്റൽ ഡിഫക്റ്റ്? നമുക്കറിയാം
ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിൽ ഘടകകണികകളെ ഒരു ത്രിമാന തലത്തിൽ ക്രമമായാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ക്രമീകരണത്തിൽ ഏതെങ്കിലും ഭാഗത്ത് വരുന്ന ചെറിയ വ്യതിയാനങ്ങളെ അല്ലെങ്കിൽ വ്യത്യാസങ്ങളെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ ഡിഫക്റ്റ്. ദാറ്റ് ഈസ് എനി ഡീവിയേഷൻ ഫ്രം ദ കംപ്ലീറ്റ്ലി ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഇൻ എ ക്രിസ്റ്റൽ ഈസ് കോൾഡ് ക്രിസ്റ്റൽ ഡിഫക്റ്റ്. ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ ഡിഫക്റ്റ് ഏതെങ്കിലും ഒരു പോയിന്റിലോ അല്ലെങ്കിൽ ഒരു ആറ്റത്തിലോ മാത്രമാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഡിഫക്റ്റ്. അപ്പോൾ എന്താണ് പോയിന്റ് ഡിഫക്റ്റ്? ദ ഡിഫക്റ്റ് ലോക്കലൈസ്ഡ് അറൌണ്ട് എ പോയിന്റ് ഓർ an atom in a crystalline substance is called point defect. ഈ പോയിന്റ് ഡിഫക്റ്റ് 3 തരത്തിലാണ്: സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് ആൻഡ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇനി ഓരോ ഡിഫക്റ്റും എന്താണെന്ന് നോക്കാം. ആദ്യം സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്. എന്താണ് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്? ഏത് പോയിന്റ് ഡിഫക്റ്റ് ആണോ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന്റെ സ്റ്റോഷിയോമെട്രിക് കോമ്പസിഷനെ അഫക്റ്റ് ചെയ്യാത്തത്, ആ ഡിഫക്റ്റിനെയാണ് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു അയോണിക് സോളിഡിൽ കാറ്റയോൺ ആനയോൺ റേഷ്യോ നമുക്കറിയാം എന്നിരിക്കട്ടെ. ഈ ക്രിസ്റ്റലിന് ഒരു ഡിഫക്റ്റ് ഉണ്ടായതിനു ശേഷം ഈ കാറ്റയോൺ ആനയോൺ റേഷ്യോ മാറ്റമില്ല, ഇതേപോലെ തന്നെ തുടരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോമ്പോസിഷനെ അഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ ഡിഫക്റ്റിന് ശേഷവും. ഇത്തരത്തിലുള്ള ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്. ഈ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് 2 തരമാണ്. വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്? നമ്പർ 1 വേക്കൻസി ഡിഫക്റ്റ്, നമ്പർ 2 ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഇനി എന്താണ് വേക്കൻസി ഡിഫക്റ്റ്? സാധാരണ ഒരു ക്രിസ്റ്റലിനെ ചൂടാക്കുമ്പോൾ അതിലെ ഘടകകണികകൾ മിസ്സാകുകയും ആ ക്രിസ്റ്റലിന്റെ ഡെൻസിറ്റി കുറയുകയും ചെയ്യുന്നതായിട്ട് കാണാം. ഇത്തരം ഡിഫക്റ്റിനെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് വേക്കൻസി ഡിഫക്റ്റ്. ദാറ്റ് മീൻസ് ദ പോയിന്റ് ഡിഫക്റ്റ് ദാറ്റ് ഡിക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് സോളിഡ് ആൻഡ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് വെൻ ക്രിസ്റ്റൽസ് ആർ ഹീറ്റഡ്. എന്നാൽ എന്താണ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്? ഇപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിൽ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ വന്ന് അതിന്റെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഒക്കുപ്പ് ചെയ്യുന്നു വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു ഗിവൺ വോളിയത്തിൽ മാസ് കൂടുന്നു. സോ മാസ് ബൈ വോളിയം കോൾഡ് ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ഇൻക്രീസസ്. അങ്ങനെ ഏത് പോയിന്റ് ഡിഫക്റ്റ് ആണോ പൊതുവിൽ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ഡെൻസിറ്റിയെ ഉയർത്തുന്നത്, അത്തരം പോയിന്റ് ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. സാധാരണ ഈ വേക്കൻസി ഡിഫക്റ്റും ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും നോൺ അയോണിക് സോളിഡിലാണ് കണ്ടുവരുന്നത്. എന്നിരുന്നാലും ചില അയോണിക് സോളിഡിലും ഇത്തരത്തിലുള്ള ഡിഫക്റ്റ് കാണപ്പെടാറുണ്ട്. ഉദാഹരണത്തിന്, ആൽക്കലി മെറ്റൽ ഹാലൈഡിൽ കണ്ടുവരുന്ന ഒരു വേക്കൻസി ഡിഫക്റ്റ് ആണ് ഷോട്ട്കി ഡിഫക്റ്റ്. അപ്പോൾ ഷോട്ട്കി ഡിഫക്റ്റ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് വേക്കൻസി ഡിഫക്റ്റ് ആൻഡ് ദാറ്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ അയോണിക് സോളിഡ് കോൾഡ് ആൽക്കലി മെറ്റൽ ഹാലൈഡ്. ഇതേപോലെ സിൽവർ ഹാലൈഡ് എന്ന അയോണിക് ക്രിസ്റ്റലിൽ കണ്ടുവരുന്ന ഒരു ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ആണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഷോട്ട്കി ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞു, അയോണിക് ക്രിസ്റ്റലിൽ കാണപ്പെടുന്ന വേക്കൻസി ഡിഫക്റ്റ് ആണ് ഷോട്ട്കി ഡിഫക്റ്റ്. അതേസമയം ഒരു അയോണിക് ക്രിസ്റ്റലിൽ കാണപ്പെടുന്ന ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ആണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് എങ്ങനെ പറയാം? വേക്കൻസി ഡിഫക്റ്റ് ഒബ്സർവ്ഡ് ഇൻ അയോണിക് ക്രിസ്റ്റൽ ഈസ് കോൾഡ് ഷോട്ട്കി ഡിഫക്റ്റ്, whereas the interstitial defect observed in ionic crystal is called Frenkel defect. ഇനി ഈ ഡിഫക്റ്റിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഉദാഹരണത്തിന്, ഒരു ആൽക്കലി മെറ്റൽ ഹാലൈഡ് NaCl ഈ ഡിഫക്റ്റ് എങ്ങനെ കാണപ്പെടുന്നു നോക്കാം. NaCl ക്രിസ്റ്റലിന്റെ ഒരു ചെറിയ പാർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ 2 വേക്കന്റ് സൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? ഈ വേക്കന്റ് സൈറ്റിൽ Na+ അയോൺ വരേണ്ടതാണ്. Cl- ഇടയ്ക്ക് ഒരു Na+ അയോൺ വന്നിട്ടില്ല. ദാറ്റ് മീൻസ് എ കാറ്റയോൺ വേക്കൻസി. ഇനി ഈ ഒരു വേക്കന്റ് സ്പേസ് നോക്കിയേ, ഇവിടെ ആരാ വരേണ്ടത്? ചുറ്റുമുള്ളത് Na+ അല്ലേ?
അപ്പോൾ ഇവിടെ വരേണ്ടത് Cl മൈനസ് ആണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു ആനിയോൺ വേക്കൻസി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരേ നമ്പർ കാറ്റയോണും ആനിയോണും ഒരു അയോണിക് ലാറ്റിസിൽ നിന്ന് മിസ്സാകുന്ന തരത്തിലുള്ള പോയിന്റ് ഡിഫക്റ്റ് ആണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. അപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റ് നമുക്ക് എങ്ങനെ പറയാം? ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദി ലാറ്റിസ് സൈറ്റ്. അതാണ് എന്ത്? ഷോർട്ട് കീ ഡിഫക്റ്റ്. എന്നാൽ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്താ നോക്കാം. ഇതൊരു സിൽവർ ഹാലൈഡ് ആണെന്ന് വിചാരിക്കുക. ചെറിയ പാർട്ടിക്കിൾ Ag+ഉം വലിയ പാർട്ടിക്കിൾ ഹാലൈഡ് അയോണും ആണെന്നിരിക്കട്ടെ. ഈ ചെറിയ പാർട്ടിക്കിളായ കാറ്റയോൺ, ഇവിടെ Ag+ അയോൺ, അതിരിക്കേണ്ടത് ഈ ലാറ്റിസ് പോയിന്റിലാണ്. ആ സ്ഥാനത്ത് നിന്ന് മാറി ലാറ്റിസിന്റെ ഇടയ്ക്ക് കയറിയിരിക്കുന്നുണ്ടല്ലേ. ഇങ്ങനെ ഏതെങ്കിലും ഒരു അയോൺ, പ്രത്യേകിച്ച് ചെറിയ സൈസ് ഉള്ളത് കാറ്റയോൺ ആണ്. അങ്ങനെയുള്ള കാറ്റയോൺ അതിന്റെ യഥാർത്ഥ സ്ഥലത്തു നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ലാറ്റിസിന്റെ ഇടയ്ക്ക് കയറിയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ കയറിയിരിക്കും. ഇത്തരത്തിലുള്ള ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ഇൻ അയോണിക് ക്രിസ്റ്റൽ ഈസ് കോൾഡ് ബൈ ദ നെയിം ഫ്രെങ്കൽ ഡിഫക്റ്റ്. അപ്പോൾ എന്താണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്? എ കാറ്റയോൺ ലീവ്സ് ഫ്രം ഇറ്റ്സ് നോർമൽ ലാറ്റിസ് സൈറ്റ് ആൻഡ് ഒക്കുപ്പൈസ് ആൻ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഒരു കാറ്റയോൺ അതിന്റെ യഥാർത്ഥ സ്ഥലത്തുനിന്ന് ലീവ് ചെയ്ത് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വന്ന് ഒക്കുപ്പൈ ചെയ്യും. ഈ ഡിഫക്റ്റ് ആണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഈ രണ്ട് ഡിഫക്റ്റിലും ഡെൻസിറ്റിക്ക് എന്ത് വ്യത്യാസം സംഭവിക്കുമെന്ന് നോക്കാം. ഷോർട്ട് കീ ഡിഫക്റ്റിൽ ദർ ഈസ് ആക്ച്വൽ മിസ്സിംഗ് ഓഫ് അയോൺ ഫ്രം എ ഗിവൺ വോളിയം. ശരിയല്ലേ? കാറ്റയോണും ആനിയോണും തുല്യ എണ്ണം ഒരു ഗിവൺ വോളിയത്തിൽ നിന്ന് മിസ്സാവുന്നുണ്ടല്ലോ. സോ മാസ് ബൈ വോളിയം കോൾഡ് ഡെൻസിറ്റി ഡിക്രീസസ്. എന്തുകൊണ്ട്? ഒരു ഗിവൺ വോളിയത്തിൽ മാസ് കുറയുന്നു. കാരണം എന്താ? ആക്ച്വൽ മിസ്സിംഗ് ഓഫ് അയോൺസ് ഫ്രം എ ഗിവൺ വോളിയം. അതുകൊണ്ട് ഡെൻസിറ്റി ദ സോളിഡ് ഡിക്രീസസ്. എവിടെ? ഷോർട്ട് കീ ഡിഫക്റ്റിൽ. എന്നാൽ ഫ്രെങ്കൽ ഡിഫക്റ്റിൽ എന്താണ്? ഒരു അയോൺ അതിരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇരിക്കേണ്ട സൈറ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ലാറ്റിസിന്റെ ഇടയ്ക്ക് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ യഥാർത്ഥത്തിൽ പാർട്ടിക്കിൾ മിസ്സായി പോകുന്നില്ല. ദർ ഇസ് നോ ആക്ച്വൽ മിസ്സിംഗ് ഓഫ് അയോൺ ഫ്രം എ ഗിവൺ വോളിയം. അതുകൊണ്ട് മാസ് അവിടെ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് മാസ് ബൈ വോളിയം കോൾഡ് ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് റിമൈൻസ് ദ സെയിം. അപ്പൊ ഇതാണ് ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഉദാഹരണത്തിന് ആൽക്കലി മെറ്റൽ ഹാലൈഡ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സീസിയം ക്ലോറൈഡ്, അതുപോലെ സിൽവർ ബ്രോമൈഡിലും ഈ ഷോർട്ട് കീ ഡിഫക്റ്റ് കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഫ്രെങ്കൽ ഡിഫക്റ്റ് സാധാരണ കണ്ടുവരുന്നത് സിൽവർ ഹാലൈഡിലാണ്. ഉദാഹരണത്തിന് AgCl, AgBr, AgI. ഇത് കൂടാതെ ഓർത്തു വെച്ചേക്കാം, സിങ്ക് സൾഫൈഡ് ZnSലും ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണുന്നുണ്ട്. ഇനി ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചേ, AgBr രണ്ടിടത്തും ഉണ്ടല്ലോ. അതുകൊണ്ട് AgBr എന്ന് പറയുന്ന അയോണിക് ക്രിസ്റ്റലില് ഷോർട്ട് കീ ഡിഫക്റ്റും കാണുന്നുണ്ട്, അതേപോലെ ഫ്രെങ്കൽ ഡിഫക്റ്റും കാണുന്നുണ്ട്. കോൺസിക്വൻസസ് ഓഫ് ഷോർട്ട് കീ ആൻഡ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഷോർട്ട് കീ ഡിഫക്റ്റിന്റെയും ഫ്രെങ്കൽ ഡിഫക്റ്റിന്റെയും പരിണിത ഫലങ്ങൾ എന്താണ്? സാധാരണ എവിടെ ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിലും ഇവിടെ പാർട്ടിക്കിൾ ഡീലോക്കലൈസ്ഡ് ആവും, പാർട്ടിക്കിൾ ഫ്രീ ആവും. അങ്ങനെ സ്വതന്ത്രമായ അയോണുകൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾ വരുമ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പോൾ കറണ്ടിനെ ക്യാരി ചെയ്യാൻ അയോൺസ് എന്താവും? ഫ്രീ ആവും, പ്രത്യേകിച്ച് അയോണിക് ക്രിസ്റ്റലിൽ. അതുകൊണ്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. ഇനി എവിടെ ഡിഫക്റ്റ് ഉണ്ടെങ്കിലും ആ ലാറ്റിസ് അൺസ്റ്റേബിൾ ആവും. അതുകൊണ്ട് തന്നെ അതിനെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി അഥവാ ലാറ്റിസ് എൻതാൽപ്പി കുറയുന്നു. ലാറ്റിസ് എൻതാൽപ്പി ഡിക്രീസസ്. ഇനി ഷോർട്ട് കീ ഡിഫക്റ്റിന് മാത്രം നമുക്ക് എന്ത് പറയാം? നമ്മൾ നേരത്തെ കണ്ടു, ഡിക്രീസ് ഇൻ ഡെൻസിറ്റി. ബട്ട് ഷോർട്ട് കീ ഡിഫക്റ്റ് കോസസ് ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ബിക്കോസ് ഓഫ് ആക്ച്വൽ മിസ്സിംഗ് ഓഫ് അയോൺ ഫ്രം എ ഗിവൺ വോളിയം. ഇനി ഓർക്കേണ്ട അടുത്ത പോയിന്റ്, AgBr നമ്മൾ കണ്ടു. എന്താ പ്രത്യേകത? ഇറ്റ് ഷോസ് ബോത്ത് ഷോർട്ട് കീ ആൻഡ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. ബട്ട് ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും കാണിക്കുന്ന ഒരു അയോണിക് സോളിഡിന് പേരെഴുതാൻ ചോദിച്ചാൽ നമുക്ക് എന്തെഴുതാം? സിൽവർ ബ്രോമൈഡ്, AgBr. ഇനി സിൽവർ ഹാലൈഡിലാണല്ലോ സാധാരണ ഫ്രെങ്കൽ ഡിഫക്റ്റ് കണ്ടുവരുന്നത്. അപ്പൊ AgCl, AgI എക്സെട്ര ഷോസ് ഫ്രെങ്കൽ ഡിഫക്റ്റ്.
വൈ? എന്തുകൊണ്ടായിരിക്കാം? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സ്മോൾ സൈസ് ഓഫ് ദി Ag+ അയോൺ. സിൽവർ അയോണിന്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് അതിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ലാറ്റിസിന്റെ ഇടയ്ക്ക് കയറിയിരിക്കും. അതുകൊണ്ടാണ് സിൽവർ ഹാലൈഡ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നത്, ബിക്കോസ് ഓഫ് ദ സ്മോൾ സൈസ് ഓഫ് ദി Ag+ അയോൺ. എന്നാൽ NaCl, KCl തുടങ്ങിയ ആൽക്കലി മെറ്റൽ ഹാലൈഡിൽ കാണുന്ന പോയിന്റ് ഡിഫക്റ്റ് ഏതാണ്? ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ്. എന്തായിരിക്കാം കാരണം? അവിടെ ഇതേപോലെ ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു അയോൺ ഷിഫ്റ്റ് ചെയ്ത് ലാറ്റിസിന്റെ ഇടയ്ക്ക് കയറിയിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ കാറ്റയോണിന്റെയും ആനയോണിന്റെയും സൈസ് ഏകദേശം സെയിം ആണ്. ആൻഡ് therefore there is actual missing of ions from a given oleum. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? NaCl, KCl etc. shows short key defect. It is due to the similar size of cation and anion. ഇനി നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് നമ്മൾ നേരത്തെ കണ്ടു. ഏത് പോയിന്റ് ഡിഫക്റ്റ് ആണോ ഒരു സോളിഡിന്റെ സ്റ്റോഷ്യോമെട്രിക് കോമ്പോസിഷനെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാറ്റുന്നത്, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ്. പോയിന്റ് ഡിഫക്റ്റ് that affect the stoichiometric composition of a solid is called non-stoichiometric defect. ഇതും രണ്ട് ടൈപ്പാണ്: മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ആയിട്ട് വരിക ആരേക്കാൾ? ആനയോണിനേക്കാൾ. അപ്പം കാറ്റയോൺ ആനയോൺ റേഷ്യോ മാറിയല്ലോ. അപ്പോൾ സോളിഡിന്റെ സ്റ്റോഷ്യോമെട്രിക് കോമ്പോസിഷനെ എന്ത് ചെയ്തു? അഫക്ട് ചെയ്തു. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ്. അല്ലെങ്കിൽ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് വരാം. ആനയോണിനെ അപേക്ഷിച്ച് മെറ്റലിന്റെ അളവ് കുറയാം. അപ്പോഴും കാറ്റയോൺ ആനയോൺ റേഷ്യോ ചേഞ്ച് ചെയ്യും. അപ്പോൾ കോമ്പൗണ്ടിന്റെ സ്റ്റോഷ്യോമെട്രിക് കോമ്പോസിഷനെ അഫക്ട് ചെയ്തു. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ്. അപ്പോൾ ഇത് രണ്ട് കാരണങ്ങളാൽ ഉണ്ടാവാം. ഒന്ന് മെറ്റൽ എക്സസ് ആയിട്ട് വരുമ്പോൾ ഉണ്ടാവാം, അതുപോലെ മെറ്റൽ ഡെഫിഷ്യന്റ് ആയിട്ട് വരുമ്പോൾ. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അതിലൊന്ന് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റിന് ഒരു പ്രധാനപ്പെട്ട കാരണം ആനിയോൺ വേക്കൻസി, അതായത് ആനിയോൺ വേക്കൻ്റ് ആവുന്നു ലാറ്റിസിന്. അപ്പോൾ ആര് എക്സസ് ആയി? മെറ്റൽ എക്സസ് ആയി. ഇത് സാധാരണ കണ്ടുവരുന്നത് ആൽക്കലി മെറ്റൽ ഹാലൈഡിനെ അതിൻ്റെ മെറ്റൽ വേപ്പറിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോഴാണ്. NaCl ക്രിസ്റ്റലിന്റെ ഒരു ചെറിയ ലാറ്റിസ് പോർഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ Na+ അയോൺ Cl- അയോൺ ക്ലോസ്ഡ് ആയിട്ട് അടുക്കിയിരിക്കുന്നു. ഈ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ സോഡിയം വേപ്പറിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുന്ന വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ലാറ്റിസിന്റെ എവിടെങ്കിലുമുള്ള ഒരു ആനിയോൺ അഥവാ Cl- അയോൺ, ഇവിടെ ഒരു Cl- ഉണ്ടല്ലോ, ഇത് Na+, ഇത് Cl-. അപ്പോൾ ഒരു Cl- പതുക്കെ ഡിഫ്യൂസ് ചെയ്ത് ലാറ്റിസിന്റെ സർഫസിലേക്ക് വരികയും ഈ സോഡിയവുമായിട്ട് കമ്പൈൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ സോഡിയം ഒരു ഇലക്ട്രോണെ ലൂസ് ചെയ്ത് Na+ ആവണമല്ലോ Cl- കമ്പൈൻ ചെയ്യാൻ. Na+ഉം Cl- കൂടെ കമ്പൈൻ ചെയ്ത് NaCl ആയി ഈ ക്രിസ്റ്റലിന്റെ സർഫസിൽ പറ്റിപ്പിടിക്കും. അപ്പോൾ ഈ ലാറ്റിസിനകത്ത് ഒരു ആനിയോൺ വേക്കൻസി വന്നല്ലോ. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് കുറഞ്ഞില്ലേ? അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സോഡിയം ലൂസ് ചെയ്തൊരു ഇലക്ട്രോൺ ഉണ്ടല്ലോ, Na+ ആകാൻ വേണ്ടി സോഡിയം ലൂസ് ചെയ്തൊരു ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ പതുക്കെ ഡിഫ്യൂസ് ചെയ്ത് ഈ ലാറ്റിസിലൂടെ ഇറങ്ങി ഈ ആനിയോൺ വേക്കൻസി എവിടെയാണോ ആ ആനിയോൺ വേക്കൻസിയുടെ അവിടെ വന്ന് ഇരിക്കും. അപ്പോൾ ഇവിടെ വന്നിരുന്നു ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ ഡീലോക്കലൈസ്ഡ് ആണ്. കാരണം എന്താ? ഇവിടെ Na+ഉം Cl- തമ്മിൽ അയോണിക് ബോണ്ട് അല്ലേ? ആ അയോണിക് ബോണ്ട് Na+ഉം ഇലക്ട്രോണും തമ്മിൽ ഉണ്ടാവൂ. ഇത് ആനിയോൺ അല്ലല്ലോ. അപ്പോൾ ഈ ഇലക്ട്രോൺ എന്താണ്? ഡീലോക്കലൈസ്ഡ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ വിസിബിൾ റീജിയനിൽ നിന്ന് ലൈറ്റിനെ അബ്സോർവ് ചെയ്ത് എക്സൈറ്റ് ചെയ്യും. ഇങ്ങനെ എക്സൈറ്റേഷൻ നടക്കുന്നതുകൊണ്ട് ക്രിസ്റ്റലിന് കളർ ഉണ്ടാകും. അപ്പോൾ സോഡിയം ക്ലോറൈഡിന് സാധാരണ കളറില്ല. ഈ ഒരു ഡിഫക്റ്റിന്റെ ഫലമായി സോഡിയം ക്ലോറൈഡിന് യെല്ലോ കളർ ഉണ്ടാവും. അപ്പോൾ ദിസ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി. അപ്പോൾ ഇവിടെ ഈ ക്രിസ്റ്റലില് ആനിയോണിക് സൈറ്റ് ഈസ് നൗ ഓക്കുപ്പൈഡ് ബൈ ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ ആണ് ഓക്കുപ്പൈ ചെയ്യുന്നത്. ഈ ഇലക്ട്രോൺ ആണ് ക്രിസ്റ്റലിന് എന്ത് കൊണ്ടുവരുന്നത്? കളർ കൊണ്ടുവരുന്നത്.
അതുകൊണ്ട് ഇതിനെ കളർ ഇമ്പാർട്ടിംഗ് സെന്റർ അഥവാ എഫ് സെന്റർ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് എഫ് സെന്റർ? ദി ആനിയോണിക് സൈറ്റ് ഓക്കുപ്പൈഡ് ബൈ അൺപെയ്ഡ് ഇലക്ട്രോൺ ആർ കോൾഡ് എഫ് സെന്റർ ഇൻ മെറ്റൽ എക്സസ് ഡിഫക്ട്. മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ ആനിയോൺ വേക്കൻസി വരുമ്പോൾ ആ ആനിയോൺ വേക്കൻസിയിൽ ഒക്കുപ്പൈ ചെയ്യുന്ന അൺപെയ്ഡ് ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് എഫ് സെന്റർ. വൈ ഇറ്റ് ഈസ് കോൾഡ് എഫ് സെന്റർ? ബിക്കോസ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കളർ ഓഫ് ദ ക്രിസ്റ്റൽ. ക്രിസ്റ്റലിന്റെ കളറിന് കാരണം ഈ ആനിയോൺ വേക്കൻസിയിൽ വന്നിരിക്കുന്ന ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് ഇത് കളർ ഇമ്പാർട്ടിംഗ് സെന്റർ എന്ന് വിളിക്കും. ഇനി നോക്കിയേ, ഈ എഫ് സെന്ററിൽ ഒക്കുപ്പൈ ചെയ്യുന്ന ഇലക്ട്രോൺ എന്താണ്? അൺപെയ്ഡ് അല്ലേ? അതുകൊണ്ട് തന്നെ എഫ് സെന്റേഴ്സ് ആർ പാരാമാഗ്നറ്റിക്. സോ വൈ എഫ് സെന്റേഴ്സ് ആർ പാരാമാഗ്നറ്റിക്? ബിക്കോസ് ദി ഇലക്ട്രോൺ ഒക്കുപ്പൈയിങ് ദി ആനിയോണിക് സൈറ്റ് ആർ അൺപെയ്ഡ്. അപ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ യെല്ലോ കളറിന് കാരണം എന്താണ്? മെറ്റൽ എക്സസ് ഡിഫക്ട് ബൈ ആനിയോൺ വേക്കൻസി. അപ്പോൾ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? വെൻ NaCl is heated in an atmosphere of sodium vapor, sodium atoms are deposited on the surface of the solid. The Cl- ion diffuses to the surface of the solid and combines with the sodium atom to form NaCl. The electron released diffuse in the solid and occupy the anionic vacancy. The anionic vacancies occupied by unpaired electrons are called F center. The F center so formed is responsible for the color. Thus, NaCl with the metal Na plus excess defect shows yellow color. ഇതേപോലെ ലിഥിയം ക്ലോറൈഡിനെ ലിഥിയം വേപ്പർ വെച്ച് ചൂടാക്കുമ്പോൾ ലിഥിയം അയോൺ എക്സസ് ആവുകയും ആ ക്രിസ്റ്റലിന് പിങ്ക് കളർ ഉണ്ടാവുകയും ചെയ്യും. ഇതേപോലെ പൊട്ടാസ്യം ക്ലോറൈഡിനെ പൊട്ടാസ്യം വേപ്പർ വെച്ച് ചൂടാക്കുമ്പോൾ പൊട്ടാസ്യം അയോൺ എക്സസ് ആവുകയും ആ ക്രിസ്റ്റലിന് വയലറ്റ് കളർ ഉണ്ടാക്കുകയും ചെയ്യും, ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് എഫ് സെന്റർ. അപ്പോൾ ക്രിസ്റ്റലിന്റെ കളറിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വേർഡിൽ നമുക്ക് എന്ത് പറയാം ആൻസർ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് എഫ് സെന്റർ. What is the reason for yellow color of sodium chloride when it is heated in presence of sodium vapor? It is due to the formation of F center. Similarly, potassium chloride when heated in presence of potassium vapor, it shows violet color due to the formation of F center. Similarly, lithium chloride when heated in presence of lithium vapor, it becomes pink in color. It is again due to the formation of F center. ഇനി രണ്ടാമത്തത് മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ. മെറ്റൽ എക്സസ് ആവാൻ വേറൊരു കാരണം എക്സ്ട്രാ കാറ്റയോൺ വരാം. ഫോർ എക്സാമ്പിൾ, സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റൽ ഓൺ ഹീറ്റിംഗ് ഇറ്റ് ബിക്കം യെല്ലോ ഇൻ കളർ. ഹൗ വിൽ യു എക്സ്പ്ലെയിൻ? സിങ്ക് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ സിങ്ക് ഓക്സൈഡ് ലാറ്റിസിൽ Zn2+ O2- അയോണുകൾ ഉണ്ടല്ലോ. അപ്പോൾ O2- അയോൺ 2 ഇലക്ട്രോണെ കളഞ്ഞിട്ട് O2 ഗ്യാസായിട്ട് പുറത്തു. അപ്പോൾ ആര് എക്സസ് ആയി? മെറ്റൽ അയോൺ എക്സസ് ആയി. അതിൻ്റെ കൗണ്ടർ അയോണായ O2- അയോൺ ഇലക്ട്രോണെ കളഞ്ഞിട്ട് എന്ത് ചെയ്തു? O2 ഗ്യാസായിട്ട് പോയി. അപ്പോൾ ഈ എക്സസ് ആയിട്ട് വരുന്ന Zn2+ അഥവാ മെറ്റൽ അയോൺ ലാറ്റിസിന്റെ ഇടയ്ക്ക് കയറിയിരിക്കും. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഓക്സിജൻ കളഞ്ഞ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ ഇലക്ട്രോൺ ലാറ്റിസിന്റെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറിയിരിക്കും. ഈ ഇലക്ട്രോൺ ഡീലോക്കലൈസ്ഡ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ ആണ് ക്രിസ്റ്റലിന് യെല്ലോ കളറിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ. ഇറ്റ് ഒക്കേഴ്സ് വെൻ എക്സ്ട്രാ കാറ്റയോൺ occupy the interstitial site in the lattice, and to maintain electrical neutrality, equivalent number of electrons are occupying other interstitial sites. For example, when exposed to sunlight or on heating, zinc oxide becomes yellow in color. Why? Because it loses oxygen and turns yellow. That is, the excess Zn2+ ion move to the interstitial site and electron to the neighboring interstitial site. എന്തിനാ? To maintain the electrical neutrality. Then the yellow color is due to these trapped electron in the interstitial site. ഈ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ട്രാപ്പ് ആവുന്ന ഇലക്ട്രോൺ ആണ് ഇതിന് കളർ കൊണ്ടുവരുന്നത്. അപ്പോൾ സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റലിന് എന്ത് കളർ വരും? ഈ ഡിഫക്റ്റിന് ഫലമായി യെല്ലോ കളർ. ദിസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ.
ഇനി നമ്പർ 2, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. നേരത്തെ നമ്മൾ പഠിച്ചത് എന്താണ്? മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി ആൻഡ് എക്സ്ട്രാ കാറ്റയോൺ. ഇനി നമ്മൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട്. മെറ്റൽ ഡെഫിഷ്യന്റ് ആകാൻ കാരണം എന്താ? ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിഫക്റ്റ് സാധാരണ ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സിലാണ് കാണുന്നത്. ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട് കാരണം ദേ ക്യാൻ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കാറ്റയോൺ വേക്കൻസി ഉണ്ടാകുമ്പോൾ ആ കാറ്റയോണിന്റെ പോസിറ്റീവ് ചാർജിനെ പരിഹരിക്കണമല്ലോ. അപ്പോൾ പോസിറ്റീവ് ചാർജിന്റെ എണ്ണം പഴയ രീതിയിൽ തന്നെ ആ ക്രിസ്റ്റലിൽ കീപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മിച്ചമുള്ള കാറ്റയോൺ എത്ര പോസിറ്റീവ് ചാർജാണോ നഷ്ടപ്പെട്ടത് അതിന് തുല്യമായ ചാർജ് കിട്ടത്തക്ക രീതിയിൽ ചെറിയ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന്, അഥവാ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട് എന്ത് ചെയ്യണം? മാറണം. ഇപ്പം 2+ ആണെങ്കിൽ 3+ ആയിട്ടോ, അല്ലെങ്കിൽ ഏതാണോ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിനുള്ളത് അതിലേക്ക് മാറണം അല്ലേ? അപ്പോൾ അങ്ങനെ മാറുമ്പോൾ ഒരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുമല്ലോ, ഇലക്ട്രോൺ എടുത്ത് കളയേണ്ടി വരുമല്ലോ. അപ്പോൾ ലാറ്റസിന്റെ പുറത്തേക്ക് ആ ഇലക്ട്രോൺ എടുത്ത് കളയും. അപ്പോൾ അങ്ങനെ വരുന്ന ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് ലാറ്റസിന്റെ മുകളിൽ കാണും. ആ ഇലക്ട്രോൺ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും. തൽഫലമായി ക്രിസ്റ്റലിന് ഒരു ബ്രില്യൻ ലസ്റ്റർ, നല്ല തിളക്കം കിട്ടും. അതാണ് ഈ ഡിഫക്റ്റിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ട്രാൻസിഷൻ മെറ്റലിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് കാറ്റയോൺ വേക്കൻസി വന്നു കഴിഞ്ഞാൽ എത്ര പോസിറ്റീവ് ചാർജ് കുറവുണ്ടോ അതിന് തുല്യമായ പോസിറ്റീവ് ചാർജ് അവിടെ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മിച്ചമുള്ള മെറ്റൽ അയോൺ എത്ര എണ്ണത്തിന്റെ കുറവാണോ ഉള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് വലിയ ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട് മാറും. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആർക്കേ പറ്റൂ? ട്രാൻസിഷൻ എലമെന്റ്സിനെ പറ്റൂ. കാരണം ദേ ക്യാൻ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഉദാഹരണത്തിന് ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ് ലൈക്ക് FeS, FeO, NiO, etc. shows this defect. Why? Because they can show variable oxidation state. For example, analysis shows that nickel oxide has the formula Ni 0.98 O 1.00. What fraction of nickel exists as Ni2+ and Ni3+? അപ്പോൾ Ni2+ന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം, Ni3+ന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രോബ്ലങ്ങളിൽ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ എണ്ണം X എടുക്കുക. ഇവിടെ Ni2+ മിസ്സിംഗ് ആണ്. അപ്പോൾ ആ പോസിറ്റീവ് ചാർജിനെ പരിഹരിക്കാൻ വേണ്ടി ആവശ്യമുള്ള എണ്ണം Ni2+ എന്തായിട്ട് മാറിയിട്ടുണ്ട്? Ni3+ ആയിട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ Ni2+ന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം, Ni3+ന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. നമുക്ക് സൗകര്യമായിട്ട് Ni2+ന്റെ എണ്ണത്തെ X എടുക്കാം. ലെറ്റ് ദ നമ്പർ ഓഫ് Ni2+ അയോൺ ഈസ് ഈക്വൽ ടു X. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് Ni3+ എത്രയാണ്? ടോട്ടൽ നിക്കൽ എത്രയാണ്? ഫോർമുല അനുസരിച്ച് 0.98. അപ്പോൾ അതിൽ Ni2+ X എടുത്താൽ Ni3+ എത്രയായിരിക്കും? മൊത്തമുള്ള എണ്ണം എത്ര? 0.98 മൈനസ് X. ശരിയല്ലേ? ഇനി ഇവിടെ തന്നിരിക്കുന്ന ഫോർമുല അനുസരിച്ച് Ni 0.98 O 1.00 എന്നല്ലേ? അപ്പോൾ ഇവിടെ ചാർജ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കോമ്പൗണ്ട് എന്താണ്? ന്യൂട്രലാണ്. അപ്പോൾ മൊത്തം പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് മൊത്തം നെഗറ്റീവ് ചാർജിന് തുല്യമല്ലേ? അങ്ങനെയാണെങ്കിൽ ഫോർ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ദ കോമ്പൗണ്ട് ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഈസ് ഈക്വൽ ടോട്ടൽ നെഗറ്റീവ് ചാർജ്. ടോട്ടൽ പോസിറ്റീവ് ചാർജ് പറ. Ni2+ന്റെ എണ്ണം എത്രയാ? X. അപ്പോൾ 2+ന്റെ മൊത്തം ചാർജ് 2 × X. 3+ന്റെ എണ്ണം എത്ര? 0.98 മൈനസ് X. അപ്പോൾ ടോട്ടൽ 3+ ചാർജ് 3 × 0.98 മൈനസ് X ഈസ് ഈക്വൽ ടു 2. എന്തുകൊണ്ടാണ് 2 നിർത്ത്? ഈസ് ഈക്വൽ ടു എത്ര വരും? ടോട്ടൽ നെഗറ്റീവ് ചാർജ്. ഒരു ഓക്സിജൻ നെഗറ്റീവ് ചാർജ് എത്രയാ? 2 മൈനസ്. അപ്പം 2. അപ്പോൾ ഇത് ബ്രാക്കറ്റ് മാറ്റി സോൾവ് ചെയ്യുമ്പോൾ X കിട്ടി. Xന്റെ വില എത്ര കിട്ടി? 0.94. അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് Ni2+, മൊത്തം നിക്കൽ എത്രയാണ്? 0.98. അതിലെത്രയുണ്ട്? 0.94. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.96. Therefore, percentage of Ni2+ ion into 100. That means 0.96 into 100. That is equal to 96%. അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് Ni3+ എത്രയാണ്? 1 നിന്ന് കുറച്ചാൽ പോരെ? Ni2+ന്റെ ഫ്രാക്ഷൻ that is 1 minus 0.96. That is equal to 0.04. Or percentage of Ni2+ ion is equal to into 100. That is 4%. പോയിന്റ് ഡിഫക്റ്റിലെ മൂന്നാമത്തെ ടൈപ്പാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്
എന്താണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്? ദ പോയിന്റ് ഡിഫക്റ്റ് കോസ്ഡ് ബൈ ദി പ്രസൻസ് ഓഫ് ഫോറിൻ ആറ്റംസ് ഓർ അയോൺ ഇൻ എ ക്രിസ്റ്റൽ ലാറ്റസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റസിൽ ഏതെങ്കിലും ഒരു ആറ്റത്തെയോ അയോണിനെയോ പുറത്തുനിന്ന് വരുന്ന ആറ്റം അല്ലെങ്കിൽ അയോൺ റീപ്ലേസ് ചെയ്യുന്നു. അതിന്റെ ഫലമായി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ഡിഫക്റ്റ് ഉണ്ടാവും. ആ പോയിന്റ് ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. That means the point defect caused by the presence of foreign atoms or ion in a crystal lattice. ഉദാഹരണത്തിന്, an element of group 13 or group 15 may occupy the lattice site of an element of group 14. 14ാമത്തെ ഗ്രൂപ്പിന്റെ എലമെന്റിന്റെ ക്രിസ്റ്റൽ ലാറ്റിസിൽ 14ാമത്തെ ഗ്രൂപ്പിലെ ആ എലമെന്റിന് പകരം 15ാമത്തെ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് വന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ സ്ഥാനങ്ങളിൽ ഒരു വ്യതിയാനം ഉണ്ടാവുമല്ലോ. ആ പോയിന്റ് ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ബിക്കോസ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ ഫോറിൻ ആറ്റം. ഇതേപോലെ ഒരു അയോണിക് ക്രിസ്റ്റൽ എടുക്കുക, ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്. അവിടെ Na+ഉം Cl- അല്ലേ ഉള്ളത്. ഇതിനെ Sr2+ എന്ന് പറയുന്ന ഒരു ഫോറിൻ അയോൺ വരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ Na+നെ മാറ്റിയിട്ടല്ലേ Sr2+ ഇരിക്കുക. പക്ഷേ Na+ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലേ ഉള്ളൂ. വരുന്ന ഇംപ്യൂരിറ്റിയുടെ പ്രത്യേകത എന്താ? ഹയർ വാലൻസ് ഇംപ്യൂരിറ്റി, വാലൻസി കൂടുതലാണ്, 2+. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 2 Na+നെ മാറ്റണം, എങ്കിലേ 2 പോസിറ്റീവ് ചാർജ് വരൂ. അപ്പോൾ 2 Na+നെ മാറ്റും. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ലാറ്റിസ് പോയിന്റിൽ മാത്രം ആര് കയറിയിരിക്കും? Sr2+ കയറിയിരിക്കും. അപ്പോൾ ആ പോയിന്റിൽ ഒരു ഡിഫക്റ്റ് വന്നല്ലോ. ഇത് കൂടാതെ വേറൊരു Na+നോട് കളഞ്ഞല്ലോ, അവിടെ എന്തുവരും? ഒരു കാറ്റയോൺ വേക്കൻസിയും വരും. അതുകൊണ്ട് ഓരോ Sr2+ഉം 2 Na+നെ കളഞ്ഞിട്ടാണ് Na+ന്റെ ലാറ്റിസിൽ സൈറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരിടത്തെ വന്നിരിക്കാൻ പറ്റൂ. അപ്പോൾ ഒരെണ്ണം ഒഴിഞ്ഞു കിടക്കും. ദാറ്റ് മീൻസ് 1 കാറ്റയോൺ വേക്കൻസി. ഇത് വെച്ചുകൊണ്ട് പ്രോബ്ലം ചോദിക്കാം. ഉദാഹരണത്തിന് ഈ പ്രോബ്ലം നോക്കി. ഇഫ് NaCl is doped with 10⁻³ mol% SrCl2, what is the concentration of cation vacancies? നമുക്കറിയാം 1 Sr2+ ion may occupy the lattice site of Na+ ion, then it will replace 2 Na+ ion to maintain the electrical neutrality so that it produce 1 cation vacancy in NaCl. ഓരോ Sr2+ഉം ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 2 Na+നെ റീപ്ലേസ് ചെയ്യും. പക്ഷെ ഒരിടത്തെ കയറിയിരിക്കും. അപ്പോൾ ഒരു Na+ന്റെ ലാറ്റിസ് പോയിന്റ് ഒഴിഞ്ഞു കിടക്കും. അതുകൊണ്ട് ഓരോ Sr2+ ഉണ്ടാക്കുന്ന കാറ്റയോൺ വേക്കൻസി എത്രയാണ്? 1 തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ 10⁻³ mol% SrCl2 can produce cation vacancy is equal to 1:1. അപ്പോൾ 10⁻³ mol% എത്ര തന്നെ? 10⁻³ mol%. mol%. Percentage means by 100. So 10⁻³ by 100 mol. ശരിയല്ലേ? ആ 10⁻³ ഈ 100 എന്ന് പറയുമ്പോൾ മേളിൽ വരുമ്പോൾ 10⁻². അപ്പോൾ ടോട്ടൽ 10⁻⁻5 മോൾ. ഇനി എണ്ണമായിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? അവഗാഡ്രോ നമ്പർ. അപ്പോൾ 6.02 × 10⁻23. അപ്പോൾ മോൾ എന്തായി മാറി? എണ്ണമായി മാറി. സോ ദാറ്റ് ദ കറക്റ്റ് വാല്യൂ ഈസ് 6.022 × 10⁻18. ഇനി ടൈപ്പ് ഓഫ് സോളിഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അനുസരിച്ച് സോളിഡിനെ പ്രധാനമായും 3ആയി തരംതിരിക്കാം: കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. ഇതിലെ കണ്ടക്ഷൻ മെക്കാനിസം, ഇതിന്റെ പ്രത്യേകതയും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തിയറിയാണ് ബാൻഡ് തിയറി. ഇപ്പോൾ ബാൻഡ് തിയറി പ്രകാരം 2 ബാൻഡുകളുണ്ട്: വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. കണ്ടക്ടേഴ്സിൽ അഥവാ മെറ്റൽസിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കും. അതുകൊണ്ട് വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ വളരെ പെട്ടെന്ന് തന്നെ എങ്ങോട്ടെത്തും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തും. യാതൊരു തടസ്സവുമില്ല. അപ്പോൾ വളരെ ഉയർന്ന കണ്ടക്ടിവിറ്റി കാണിക്കുന്നു, ഓഫ് ദി ഓർഡർ ഓഫ് 10⁻⁷ per ohm per meter. എന്നാൽ ഇൻസുലേറ്റേഴ്സിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ലാർജ് എനർജി ഗ്യാപ്പ്. ഈ ലാർജ് എനർജി ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർബിഡൻ സോൺ. എന്താ വിളിക്കുക? ഫോർബിഡൻ സോൺ. അതുകൊണ്ട് തന്നെ ദ പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം വാലൻസ് ബാൻഡ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് ഈസ് ഡിഫിക്കൽട്ട് and therefore very poor conductivity of the order of 10⁻20 to 10⁻10 per ohm per meter. ഇപ്പോൾ സെമി കണ്ടക്ടറിൽ എന്താ പ്രത്യേകത? സ്മോൾ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് ദി കണ്ടക്ഷൻ ബാൻഡ്. അതുകൊണ്ട് സം ഇലക്ട്രോൺ ക്യാൻ എൻ്റർ ഫ്രം വാലൻസ് ബാൻഡ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് so that it shows some conductivity of the order of
10⁻⁻6 to 10⁻⁴ per ohm per meter. ഇനി കണ്ടക്ഷൻ മെക്കാനിസം. ഈ കണ്ടക്ഷൻ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന തിയറിയാണ് ബാൻഡ് തിയറി. ഇപ്പോൾ ബാൻഡ് തിയറി ഉപയോഗിച്ചാണ് കണ്ടക്ഷൻ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മെറ്റൽ ആറ്റങ്ങൾ വളരെ ക്ലോസ്ഡ് ആയിട്ട് ഇങ്ങനെ അടുക്കിയിരിക്കുന്നു. ഈ തിയറി പറയുന്നത് അടുത്തടുത്ത് വരുന്ന മെറ്റൽ ആറ്റങ്ങളിലെ ഒരേ എനർജിയും ഒരേ ഷേപ്പുള്ള അറ്റോമിക് ഓർബിറ്റൽ പരസ്പരം ഓവർലാപ്പ് ചെയ്ത് ബാൻഡുകളായി മാറും. ഇപ്പോൾ 1s ലെവലുകളെല്ലാം കൂടെ ഓവർലാപ്പ് ചെയ്തിട്ട് 1s ബാൻഡ് ഉണ്ടാവുന്നു. ഇത് 1s ആണെന്ന് വിചാരിക്കുക. അതിന് മുകളിലുള്ളത് 2s ലെവലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2s ഓർബിറ്റൽ ഒരേ എനർജി ഒരേ ഷേപ്പ് അതെല്ലാം കൂടെ ഓവർലാപ്പ് ചെയ്തൊരു 2s ബാൻഡായി മാറും. അതിന് മുകളിൽ 2p ലെവൽസിലെ ഈ 2p ലെവൽസ് എല്ലാം കൂടെ ഓവർലാപ്പ് ചെയ്ത് ഒരു 2p ബാൻഡായി മാറുന്നു. ഇതിന് മുകളിൽ 3s ലെവലിലെ ആ 3s ലെവലുകളെല്ലാം കൂടെ ഓവർലാപ്പ് ചെയ്തൊരു 3s ബാൻഡായി മാറുന്നു. അപ്പം ഇങ്ങനെ ഒരേ എനർജിയും ഒരേ ഷേപ്പുള്ള അറ്റോമിക് ഓർബിറ്റൽ പരസ്പരം ഓവർലാപ്പ് ചെയ്ത് ബാൻഡുകളായി മാറുന്നു. അതുകൊണ്ടാണ് ഈ തിയറിയെ ബാൻഡ് തിയറി എന്ന് വിളിച്ചത്. അങ്ങനെ ബാൻഡുകളായി മാറുമ്പോൾ ദ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് എനർജി ബാൻഡ് ഈസ് കോൾഡ് വാലൻസ് ബാൻഡ്. അതായത് ഇലക്ട്രോൺ ഉള്ളതിൽ എനർജി കൂടിയ ബാൻഡിനെ വാലൻസ് ബാൻഡ് എന്ന് വിളിക്കും. ഉദാഹരണത്തിന് സോഡിയം മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 1s2, 2s2, 2p6, 3s1. ശരിയല്ലേ? അപ്പം ഓരോ സോഡിയത്തിലെയും 1s ചേർന്ന് 1s ബാൻഡായി, 2s ചേർന്ന് 2s ബാൻഡായി, 2pകൾ ചേർന്ന് 2p ബാൻഡായി, 3s ചേർന്ന് 3s ബാൻഡായി. 3sന് മുകളിൽ ആരുണ്ട്? 3p ഉണ്ട്. അപ്പോൾ 3p ചേർന്ന് 3p ബാൻഡായി. അതിന് മുകളിൽ 3d ഉണ്ട്, 3d ബാൻഡായി. അതിന് മുകളിൽ 4s ഉണ്ട്, 4s ബാൻഡായി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ തന്നെ ദ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് എനർജി ബാൻഡ് ഇസ് കോൾഡ് വാലൻസ് ബാൻഡ്. അപ്പം സോഡിയത്തിന്റെ കേസിൽ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് എനർജി ബാൻഡ് എന്താ? ഇലക്ട്രോൺ ഉള്ളതിൽ എനർജി കൂടിയ ലെവൽ ഏതാ? 3s ലെവലല്ലേ? 3sൽ ഒരു ഇലക്ട്രോൺ ഇല്ലേ? 1s2, 2s2, 2p6, 3s1 അല്ലേ? അപ്പോൾ 3s ലെവലിനെ നമുക്കെന്ന് വിളിക്കാം? വാലൻസ് ബാൻഡ്. ഇനി 3pയിൽ ഇലക്ട്രോൺ ഇല്ലല്ലോ, 3dയിൽ ഇലക്ട്രോൺ ഇല്ലല്ലോ, അതിന് മേളിൽ 4sൽ ഇലക്ട്രോൺ ഇല്ലല്ലോ, ഈ ബാൻഡുകളിലൊന്നും ഇലക്ട്രോൺ ഇല്ലല്ലോ. അപ്പോൾ ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് എനർജി ബാൻഡ്, ഇലക്ട്രോൺ ഇല്ലാത്തതിൽ എനർജി കുറഞ്ഞ ലെവൽ ഏതാണ്? അല്ലെങ്കിൽ ബാൻഡ് ഇവിടെ ഏതാണ്? 3p ആണ്. അപ്പോൾ അതിനെന്ത് വിളിക്കാം? കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ മെറ്റലിൽ ഇത് രണ്ടും വളരെ അടുത്തായിരിക്കും. അതുകൊണ്ട് ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും കൂടെ മെർജ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്തിരിക്കും. അതുകൊണ്ട് ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺ ചാടുന്നത് വളരെ ഈസിയാണ്. അതുകൊണ്ട് ഒരുപാട് ഇലക്ട്രോൺ ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് വരികയും വളരെ ഉയർന്ന കണ്ടക്ടിവിറ്റി കാണിക്കുകയും ചെയ്യും. എന്നാൽ സെമി കണ്ടക്ടറിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഇലക്ട്രോൺ മാത്രമേ ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് കണ്ടക്ടിവിറ്റി. എന്നാൽ ഇൻസുലേറ്റേഴ്സിൽ വളരെ വലിയ ഗ്യാപ്പാണ്. അതിന് നമ്മൾ എന്താ വിളിച്ച്? ഫോർബിഡൻ സോൺ. അതുകൊണ്ട് ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺ എത്തുന്നത് പ്രയാസമായതുകൊണ്ട് വളരെ കുറഞ്ഞ കണ്ടക്ടിവിറ്റി അത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഫോർബിഡൻ സോൺ? ദ ലാർജ് എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ബാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഇൻ ഇൻസുലേറ്റേഴ്സ് ആർ കോൾഡ് ഫോർബിഡൻ സോൺ. ഇനി എന്താണ് സെമി കണ്ടക്ടേഴ്സ്? സോളിഡ്സ് വിത്ത് ഇന്റർമീഡിയറ്റ് കണ്ടക്ടിവിറ്റി ഓഫ് ദി ഓർഡർ ഓഫ് 10⁻⁻6 to 10⁻⁴ per ohm per meter are called semiconductors. The energy gap between conduction band and valence band is small, so some electron may jump from valence band to the conduction band and hence some conductivity is observed. ഈ സെമി കണ്ടക്ടേഴ്സിനെ വീണ്ടും നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസ് ദാറ്റ് എക്സിബിറ്റ് കണ്ടക്ടിംഗ് ബിഹേവിയർ ലൈക്ക് ദാറ്റ് ഓഫ് സിലിക്കൺ ആൻഡ് ജെർമേനിയം. സിലിക്കൺ, ജെർമേനിയം എന്നിവയെ പോലെ കണ്ടക്ടിംഗ് ബിഹേവിയർ കാണിക്കുന്ന പ്യുവർ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. സാധാരണ ടെമ്പറേച്ചറിൽ ഇത്തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. എന്നാൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇതിന്റെ കണ്ടക്ടിവിറ്റി കൂടും. അതായത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ചില ബോണ്ടുകൾ പൊട്ടി ഇലക്ട്രോൺ ഫ്രീ ആകുകയും അതിന്റെ ഫലമായി കുറച്ച് കണ്ടക്ടിവിറ്റി കാണിക്കുകയും ചെയ്യും. എന്നാൽ ഒരു പരിധിക്കപ്പുറം നമുക്ക് അതിന്റെ കണ്ടക്ടിവിറ്റി ഹീറ്റ് ചെയ്ത് ഉയർത്താൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ഇലക്ട്രോണിക് ഡിഫക്റ്റ് ഉണ്ടാക്കും, ഒരു ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. അങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ടാക്കി കണ്ടക്ടിവിറ്റിയെ കൂട്ടും. അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഡോപ്പിംഗ്. ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ആഡിംഗ് അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഓഫ് സൂട്ടബിൾ ഇമ്പ്യൂരിറ്റി ആൻഡ് ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഡോപ്പിംഗ്. അപ്പോൾ എന്താണ് ഡോപ്പിംഗ്?
The process of increasing the conductivity of semiconductors by adding appropriate amount of suitable impurity are called doping. അങ്ങനെ ഡോപ്പ് ചെയ്ത് ഉണ്ടാക്കുന്ന സെമി കണ്ടക്ടേഴ്സ് എവിടുന്ന്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ ഡോപ്പ് ചെയ്ത് ഉണ്ടാക്കുന്ന സെമി കണ്ടക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് രണ്ടാമത്തെ ടൈപ്പ്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് വിച്ച് ആർ മെയ്ഡ് ഫ്രം ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. എങ്ങനെ? ബൈ ആഡിങ് അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഓഫ് സൂട്ടബിൾ ഇംപ്യൂരിറ്റി. എങ്ങനെയാണ്? ബൈ ഡോപ്പിംഗ് ഈസ് കോൾഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇത് രണ്ട് ടൈപ്പാണ്. ഒന്ന് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. എന്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്? സെമി കണ്ടക്ടേഴ്സ് വിച്ച് ആർ മെയ്ഡ് ഫ്രം ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ബൈ ആഡിങ് ഇലക്ട്രോൺ ഡെഫിസിറ്റ് ഇംപ്യൂരിറ്റീസ് ആർ കോൾഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇലക്ട്രോൺ കുറവുള്ള ഇംപ്യൂരിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി വരികയും അവിടെ ഒരു ഹോൾ ഉണ്ടാവുകയും ചെയ്യും. ആ ഹോൾ ഒരു പോസിറ്റീവ് ചാർജായിട്ട് ബിഹേവ് ചെയ്യും. ആ പോസിറ്റീവ് ഹോളിന്റെ ഫലമായി കണ്ടക്ടിവിറ്റി കൂടും. അതിനെ വിളിക്കുന്നവരാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഇൻ സച്ച് കേസ് ദ കറന്റ് ക്യാരിയിങ് പാർട്ടിക്കിൾസ് ആർ പോസിറ്റീവ് ഹോൾസ് ആൻഡ് ഹെൻസ് ദേ ആർ കോൾഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഉദാഹരണം പറഞ്ഞാൽ 14th group of elements like silicon, germanium are doped with 13th group of elements. അപ്പോൾ സിലിക്കണിൽ 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഓരോ സിലിക്കണും തൊട്ടടുത്തുള്ള 4 സിലിക്കണുമായിട്ട് കോവൻലി ബോണ്ടാണ്. അപ്പോൾ ഈ ഒരു സിലിക്കണ് പകരം ഒരു 13ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ഏതെങ്കിലും സിലിക്കണ് പകരം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് 3 ബോണ്ടേ ഉണ്ടാക്കാൻ പറ്റും. കാരണം അതിന് ബാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ 4ാമത്തെ സ്ഥലം ഒഴിഞ്ഞു കിടക്കും. ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം ഒരു ഹോളായിട്ട് മാറുകയും ഇലക്ട്രോണിന്റെ അപര്യാപ്തതയാൽ ആ ഹോള് ഒരു പോസിറ്റീവ് ചാർജായിട്ട് പെരുമാറും. ആ പോസിറ്റീവ് ഹോളിന്റെ ഫലമായി കണ്ടക്ടിവിറ്റി കൂടും. ഇതാണ് എന്ത്? പി ടൈപ്പ് സെമി കണ്ടക്ടർ. രണ്ടാമത്തത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടേഴ്സ് വിച്ച് ആർ മെയ്ഡ് ഫ്രം ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ബൈ ആഡിംഗ് ഇലക്ട്രോൺ റിച്ച് ഇംപ്യൂരിറ്റി ആർ കോൾഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ഇൻ സച്ച് കേസ് ദ കറന്റ് ക്യാരിയിങ് പാർട്ടിക്കിൾസ് ആർ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺ ആൻഡ് ഹെൻസ് ദേ ആർ കോൾഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഇലക്ട്രോൺ റിച്ച് ഇംപ്യൂരിറ്റീസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എക്സ്ട്രാ ഇലക്ട്രോൺ വരില്ലേ? ആ എക്സ്ട്രാ ഇലക്ട്രോൺ ഡീലോക്കലൈസ്ഡ് ആവും. ആ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ അഥവാ നെഗറ്റീവ് ഇലക്ട്രോൺ കറണ്ടിനെ ക്യാരി ചെയ്യും. അപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോണിന്റെ ഫലമായി കണ്ടക്ടിവിറ്റി കൂടുന്നു. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ഉദാഹരണത്തിന് 14th group of elements like silicon or germanium is doped with 15th group of element. 15ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ സിലിക്കണിൽ 4 വാലൻസ് ഇലക്ട്രോൺ ആണ്. ഓരോ സിലിക്കണും 4 സിലിക്കണുമായിട്ട് കോവൻലി ബോണ്ട് ആവും. അപ്പോൾ ഒരു സിലിക്കണ് പകരം നമ്മൾ 15ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റാണ് കൊണ്ടുവരുന്നതെങ്കിൽ അവിടെ 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. 4 ബോണ്ടിങ്ങിൽ പങ്കെടുത്താൽ മതി. 1 ഫ്രീ ആയിട്ട് നിൽക്കും. ഈ ഫ്രീ ഇലക്ട്രോൺ കറണ്ടിനെ ക്യാരി ചെയ്യും. ആ നെഗറ്റീവ് ഇലക്ട്രോൺ കറണ്ട് ക്യാരിയിങ് പ്രോപ്പർട്ടിയെ കൊണ്ടുവരുന്നതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ ഈ പടം നോക്കി, സിലിക്കൺ. അപ്പോൾ സിലിക്കണിലേക്ക് 13ാമത്തെ ഗ്രൂപ്പിൽ എലമെന്റായ അലുമിനിയം കൊണ്ടുവരുന്നു. അലുമിനിയത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ. അപ്പോൾ 3 ഇലക്ട്രോൺ മാത്രം ബോണ്ടിങ്ങിൽ പങ്കെടുക്കും. 4ാമത്തെ സ്ഥലം ഒഴിഞ്ഞു കിടക്കും. അപ്പോൾ 4ാമത്തെ സ്ഥലം ഒഴിഞ്ഞു കിടക്കും. ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു പോസിറ്റീവ് ഹോളായിട്ട് ആക്ട് ചെയ്യും. അതിന്റെ ഫലമായി കണ്ടക്ടിങ് പ്രോപ്പർട്ടി കൂടും. അതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. എന്നാൽ സിലിക്കണിലേക്ക് ഡോപ്പ് ചെയ്യുന്നത് ഒരു 15ാം ഗ്രൂപ്പ് എലമെന്റ് ആണെന്ന് വിചാരിക്കുക. ഒരു 15th ഗ്രൂപ്പ് ഓഫ് എലമെന്റ് ആണെന്ന് വിചാരിക്കുക. അതിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 5. ഇപ്പോൾ ഉദാഹരണത്തിന് ഫോസ്ഫറസ് വരുന്നു 15th ഗ്രൂപ്പിൽ. 4 ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുത്താൽ മതി. അപ്പോൾ 5ാമത്തെ ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല. അത് ഫ്രീ ആണ്, ഡീലോക്കലൈസ്. ഈ നെഗറ്റീവ് ഇലക്ട്രോൺ ആണ് കറണ്ട് ക്യാരിയിങ് പ്രോപ്പർട്ടിയെ കൂട്ടുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് ഇലക്ട്രോൺ കണ്ടക്ടിവിറ്റിയെ കൂട്ടുന്നതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. എന്നാൽ ഇവിടെ ഹോൾ ഉണ്ടാവുകയും ആ ഹോൾ പോസിറ്റീവ് ഹോളായിട്ട് ബിഹേവ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് കണ്ടക്ടിവിറ്റി കൂടുന്നു. അതുകൊണ്ട് ഇതിനെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കും. ഇനി ഓർത്തിരിക്കേണ്ട 2 പോയിന്റ്: ഡോപ്പിംഗ് ഓഫ് ലോവർ ഗ്രൂപ്പ് ഇംപ്യൂരിറ്റി. ലോവർ ഗ്രൂപ്പ് മീൻസ് ഇലക്ട്രോൺ ഡെഫിസിറ്റ് ഇംപ്യൂരിറ്റി. ഹോസ്റ്റിനെ അപേക്ഷിച്ച് ഇലക്ട്രോണിന്റെ എണ്ണം കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഉണ്ടാക്കുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടർ. എന്നാൽ ഡോപ്പിംഗ് ഓഫ് ഹയർ ഗ്രൂപ്പ് ഇംപ്യൂരിറ്റി, ഹയർ ഗ്രൂപ്പ് ഇംപ്യൂരിറ്റിയിൽ ബാലൻസ് ഇലക്ട്രോണിന്റെ എണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ട് അവയെ എന്ത് വിളിക്കും? ഇലക്ട്രോൺ റിച്ച് ഇംപ്യൂരിറ്റി. അവ എന്തിനെ ഉണ്ടാക്കും? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. 2 വ്യത്യസ്ത ഗ്രൂപ്പിലെ എലമെന്റുകൾ ചേർന്ന് ഒരു സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നു. അത് പി ടൈപ്പ് ആണോ എൻ ടൈപ്പ് ആണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? വരുന്ന ഇംപ്യൂരിറ്റി അഥവാ ഗസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആണെങ്കിൽ അതെന്തുണ്ടാക്കും? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. എന്നാൽ വരുന്ന ഗസ്റ്റ് അഥവാ ഇംപ്യൂരിറ്റി
ഇലക്ട്രോൺ ഡെഫിസിറ്റ് ആണെങ്കിൽ, ഇലക്ട്രോൺ കുറവുള്ള ആളാണെങ്കിൽ, വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണം ഹോസ്റ്റ് ലാറ്റിസിലുള്ള ആറ്റത്തിനേക്കാൾ കുറവാണെങ്കിൽ അതുണ്ടാക്കുന്ന സെമി കണ്ടക്ടറിനെ എന്ത് പറയും? പി ടൈപ്പ് സെമി കണ്ടക്ടർ. അങ്ങനെ വളരെ പെട്ടെന്ന് പി ടൈപ്പ് ആണോ എൻ ടൈപ്പ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഇനി 13-15 കോമ്പൗണ്ട്. Solid state material which are obtained by the combination of elements of 13 and 15. 13ാമത്തെ ഗ്രൂപ്പിലെയും 15ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റിനെ കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന സോളിഡ് സ്റ്റേറ്റ് മെറ്റീരിയലിനെ വിളിക്കുന്നവരാണ് 13-15 കോമ്പൗണ്ട്. ദേ റെവല്യൂഷണലൈസ് ദ ഡിസൈൻ ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസസ്. ഉദാഹരണത്തിന് 13ാമത്തെ ഗ്രൂപ്പിലെ ഇൻഡിയം, 15ാമത്തെ ഗ്രൂപ്പിലെ ആന്റിമണി, 13ാമത്തെ ഗ്രൂപ്പിലെ അലുമിനിയം, 15ാമത്തെ ഗ്രൂപ്പിലെ ഫോസ്ഫറസ്. വേറൊരു എക്സാമ്പിൾ 13ാമത്തെ ഗ്രൂപ്പിലെ ഗാലിയം, 15ാമത്തെ ഗ്രൂപ്പിലെ ആർസനിക്. അങ്ങനെ ഏത് എക്സാമ്പിൾ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇതേപോലെ 12-16 കോമ്പൗണ്ട്. സോളിഡ് സ്റ്റേറ്റ് മെറ്റീരിയൽ വിച്ച് ആർ ഒബ്റ്റെയിൻഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 12 and 16 ആർ കോൾഡ് 12-16 കോമ്പൗണ്ട്. ഉദാഹരണത്തിന് 12ാമത്തെ ഗ്രൂപ്പിലെ സിങ്ക്, 16ാമത്തെ ഗ്രൂപ്പിലെ സൾഫർ, സിങ്ക് സൾഫൈഡ്, 12ാമത്തെ ഗ്രൂപ്പിലെ കാഡ്മിയം, 16ാമത്തെ ഗ്രൂപ്പിലെ സൾഫർ. അതേപോലെ വേറെ എക്സാമ്പിൾ 12ാമത്തെ ഗ്രൂപ്പിലെ കാഡ്മിയം, 16ാമത്തെ ഗ്രൂപ്പിലെ സെലീനിയം, 12ാമത്തെ ഗ്രൂപ്പിലെ മെർക്കുറി, 16ാമത്തെ ഗ്രൂപ്പിലെ ടെലൂറിയം. അങ്ങനെ ഏത് എക്സാമ്പിൾ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അടുത്തത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. സോളിഡ്സിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിക്ക് കാരണം ഇലക്ട്രോണുകളുടെ രണ്ട് തരം കറക്കങ്ങളാണ്. ഒന്ന് ന്യൂക്ലിയസിന് ചുറ്റും അത് ബലം വെക്കുന്നു, റെവല്യൂഷൻ. അപ്പോൾ ഇലക്ട്രോണിന്റെ സഞ്ചാരം ഒരു കറന്റ് ലൂപ്പായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. കാരണം ചാർജിൽ ഒരു പാർട്ടിക്കിളാണ് കറങ്ങുന്നത്. തൽഫലമായി അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ഓർബിറ്റൽ മോഷന്റെ ഫലമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ്. ഇതോടൊപ്പം തന്നെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? സ്പിൻ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ ക്ലോക്ക് വൈസ് ആയിട്ട് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട്. അപ്പോൾ ആ സ്പിൻ മോഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിന്റെ അളവിനെ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് രണ്ടിന്റെയും ആകെത്തുകയാണ് ഒരു ഇലക്ട്രോണിന്റെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ്. ഏതൊക്കെ? ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റിന്റെയും സ്പിൻ മാഗ്നറ്റിക് മൊമെന്റിന്റെയും ആകെത്തുക. അപ്പോൾ ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഡ്യൂ ടു ദ ടു ടൈപ്സ് ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോൺ. One, its orbital motion around the nucleus and its spin around its own axis. Thus, each electron has a permanent orbital and a spin magnetic moment associated with it and is measured in the unit called Bohr magneton and is equal to 9.27 into 10 raised to minus 24 ampere meter square. On the basis of magnetic properties, substance can be classified into 5 categories. ഇപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ അടിസ്ഥാനപ്പെടുത്തി സബ്സ്റ്റൻസിനെ 5ആയി തരംതിരിക്കാം. ഒന്ന്, പാരാമാഗ്നറ്റിസം. എന്താ പാരാമാഗ്നറ്റിസം? അട്രാക്റ്റഡ് ബൈ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളൊരു സബ്സ്റ്റൻസിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ചാൽ അത് എന്ത് ചെയ്യും? ചെറിയ തോതിൽ അട്രാക്ട് ചെയ്യപ്പെടും. ദിസ് പ്രോപ്പർട്ടി എക്സിബിറ്റഡ് ബൈ എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇസ് കോൾഡ് പാരാമാഗ്നറ്റിസം. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പ്രകടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി വിളിക്കുന്നവരാണ് പാരാമാഗ്നറ്റിസം. ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ മാത്രം മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുകയും മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിക്കഴിയുമ്പോൾ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടമാകുകയും ചെയ്യും. അതുകൊണ്ട് ഇറ്റ്സ് എ ടെമ്പററി ഇഫക്റ്റ് ആൻഡ് ദ സബ്സ്റ്റൻസ് ലൂസസ് ഇറ്റ്സ് മാഗ്നറ്റിസം ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. Then what is the reason for paramagnetism? It is due to the presence of unpaired electron which are attracted by a magnetic field. ഉദാഹരണത്തിന് ഓക്സിജൻ, Cu2+, Fe2+, Cr3+ are typical example for paramagnetic substance. Number 2, diamagnetism. The diamagnetism weakly repelled by an external magnetic field. ഒരു external magnetic field വെച്ച് കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും. This property exhibited by a diamagnetic substance is called diamagnetism. അപ്പോൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് കാണിക്കുന്ന ഈ പ്രോപ്പർട്ടിയെ വിളിക്കുന്നവരാണ് ഡയാമാഗ്നറ്റിസം. എന്താണ് ഇതിന് കാരണം? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓൾ പെയ്ഡ് ഇലക്ട്രോൺ. എല്ലാ ഇലക്ട്രോണും പെയ്ഡ് ആകുന്നതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി കാണിക്കുന്നത്. അതായത് ദ മാഗ്നറ്റിക് മൊമെന്റ് പൊസസ്ഡ് ബൈ ആൻ ഇലക്ട്രോൺ വിത്ത് ക്ലോക്ക് വൈസ് സ്പിൻ ഈസ് എക്സാക്ട്ലി ക്യാൻസൽഡ് ബൈ ദ അതർ ഇലക്ട്രോൺ വിത്ത് ആന്റി ക്ലോക്ക് വൈസ് സ്പിൻ. അതായത് ക്ലോക്ക് വൈസിൽ സ്പിൻ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ് അതേ ഓർബിറ്റിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് സ്പിൻ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ് പരിപൂർണമായി ക്യാൻസൽ ചെയ്യുകയും തൽഫലമായി നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്താകുകയും ചെയ്യും? 0 ആകുകയും ചെയ്യും.
അങ്ങനെ വരുമ്പോഴാണ് ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ആക്റ്റീവ് ആയിരിക്കത്തില്ല, അപ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അട്രാക്ട് ചെയ്യപ്പെടുകയില്ല. ഈ പ്രോപ്പർട്ടി വിളിക്കുന്നവരാണ് ഡയാമാഗ്നറ്റിസം. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓൾ പെയർഡ് ഇലക്ട്രോൺ. എക്സാമ്പിൾ ബെൻസീൻ, സോഡിയം ക്ലോറൈഡ്, X2. ഇവയിലെല്ലാം ഇലക്ട്രോണുകൾ പെയർഡ് ആണ്. നമ്പർ 3, ഫെറോമാഗ്നറ്റിസം. സ്ട്രോങ്ലി അട്രാക്ട് ബൈ an external magnetic field and retain magnetism even when the external magnetic field is removed. ഇതിന്റെ പ്രത്യേകത, ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ വളരെ ശക്തമായി അട്രാക്ട് ചെയ്യുകയും ഒരിക്കൽ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയുമില്ല. അപ്പോൾ ഇതൊരു പെർമനന്റ് ഇഫക്റ്റ് ആണ്. അപ്പോൾ ഇത്തരം പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഫെറോമാഗ്നറ്റിസം. അപ്പോൾ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്. അതുകൊണ്ട് സ്ഥിരകാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, they retain magnetism even when the external magnetic field is removed. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിയാൽ എൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ മാഗ്നറ്റൈസ് ചെയ്താൽ അത് സ്ഥിരമായിട്ട് തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. അതുകൊണ്ട് സ്ഥിരകാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതാണെന്ന് ചോദിച്ചാൽ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. വൈ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? they retain magnetism even when the external magnetic field is removed. ഇനി ഇതിന് കാരണം എന്താണ്? It is due to the spontaneous alignment of magnetic dipoles or unpaired electron are in the same direction. ഓരോ അൺപെയർഡ് ഇലക്ട്രോണും മാഗ്നറ്റിക് ഡൈപോൾസ് ഉണ്ട്. ഇതെല്ലാം ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അങ്ങനെ വരുമ്പോൾ ഈ മാഗ്നറ്റിക് മൊമെന്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് വരും. കിട്ടാവുന്നതിന്റെ മാക്സിമം വാല്യൂ കിട്ടും. സോ ദാറ്റ് ദേ ആർ സ്ട്രോങ്ലി അട്രാക്ട് ബൈ an external magnetic field. ഇപ്പോൾ ഫെറോ മാഗ്നറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടം വരച്ചാൽ തന്നെ മാർക്ക് കിട്ടും. ഓറിയന്റേഷൻ ഓഫ് ദ മാഗ്നറ്റിക് dipoles are in the same direction. Example, iron, cobalt, nickel, gadolinium, chromium oxide and their alloys. ഇനി നാലാമത്തത് ആന്റി ഫെറോമാഗ്നറ്റിസം. അതായത് ഫെറോയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ഈ അൺപെയർഡ് ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾസ് ഓറിയന്റ് ചെയ്യുന്നത് രണ്ട് ഡയറക്ഷനിലും തുല്യ എണ്ണമായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഇത് പരസ്പരം ക്യാൻസൽ ആയി പോവും. അപ്പോൾ സീറോ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് തന്നെ കിട്ടും. അപ്പോൾ സീറോ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ബട്ട് എക്സ്പെക്ടഡ് ടു പൊസസ് ലാർജ് മാഗ്നറ്റിസം ഓൺ ദ ബേസിസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. ഒരുപാട് അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് നല്ല മാഗ്നറ്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുമെങ്കിലും കിട്ടുന്ന വാല്യൂ എന്താണ്? സീറോ ആണ്. എന്താ കാരണം? പകുതി മാഗ്നറ്റിക് മൊമെന്റ്സ് അല്ലെങ്കിൽ പകുതി മാഗ്നറ്റിക് ഡൈപോൾസ് ഒരു ഡയറക്ഷനും പകുതി ഓപ്പോസിറ്റ് ഡയറക്ഷൻ നിൽക്കുമ്പോൾ പരസ്പരം ഇത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ദിസ് പ്രോപ്പർട്ടി എക്സിബിറ്റഡ് ബൈ ആന്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ കോൾഡ് ആന്റി ഫെറോമാഗ്നറ്റിസം. അപ്പോൾ ആന്റി ഫെറോമാഗ്നറ്റ്സിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ എന്ത് പറയും? റീസൺ ഫോർ ആന്റി ഫെറോമാഗ്നറ്റിസം, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സ്പോണ്ടേനിയസ് അലൈൻമെന്റ് ഓഫ് ദ മാഗ്നറ്റിക് ഡൈപോൾസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈക്വലി. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തുല്യ എണ്ണമായിട്ട് നിൽക്കും. സച്ച് ദാറ്റ് ദ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് സീറോ. ഇത് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ട് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഈ പടം ഇങ്ങനെ വരച്ചു കാണിച്ചാൽ മതി. തുല്യ എണ്ണം മാഗ്നറ്റിക് ഡൈപോൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരച്ചു കഴിഞ്ഞാൽ അതെന്തിനെ കാണിക്കും? ആന്റി ഫെറോ മാഗ്നറ്റിസത്തിനെ കാണിക്കും. ഇനി നമ്പർ 5, ഫെറി മാഗ്നറ്റിസം. ഇവിടെ എന്താ പ്രത്യേകത? സ്മോൾ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ്. മാക്സിമം അല്ല, മിനിമം അല്ല, ചെറിയ മാഗ്നറ്റിക് മൊമെന്റ്. സ്മോൾ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ബട്ട് എക്സ്പെക്ടഡ് ടു പൊസസ് ലാർജ് മാഗ്നറ്റിസം ഓൺ ദ ബേസിസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. എന്നാൽ അൺപെയർഡ് ഇലക്ട്രോൺ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് മാഗ്നറ്റ്സ് നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷെ കിട്ടുന്നത് വളരെ കുറച്ചാണ്. ദിസ് പ്രോപ്പർട്ടി എക്സിബിറ്റഡ് ബൈ ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഫെറി മാഗ്നറ്റിസം. അപ്പോൾ ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് കാണിക്കുന്ന ഈ പ്രോപ്പർട്ടിയെ വിളിക്കുന്നവരാണ് ഫെറി മാഗ്നറ്റിസം. വാട്ട് ഇസ് ദ റീസൺ ഫോർ ഫെറി മാഗ്നറ്റിസം? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സ്പോണ്ടേനിയസ് അലൈൻമെന്റ് ഓഫ് ദ മാഗ്നറ്റിക് ഡൈപോൾസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അൺഈക്വലി. മാഗ്നറ്റിക് മൊമെന്റ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾസ് ആർ ഓറിയന്റഡ് ഇൻ ബോത്ത് ഡയറക്ഷൻ ബട്ട് അൺഈക്വലി. രണ്ട് ഡയറക്ഷനിലും ഉണ്ട്, പക്ഷെ ഈക്വൽ അല്ല. ഓക്കെ, ഇവിടെ ഇത് തമ്മിൽ ക്യാൻസലാവും, ഇത് തമ്മിൽ ക്യാൻസലാവും, പക്ഷെ ഇതിന്റെ നെറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ ഇതാണ് ഫെറി മാഗ്നറ്റിസത്തിന് കാരണം. എക്സാമ്പിൾ, അയണിന്റെ മിക്സഡ് ഓക്സൈഡ്. അയൺ നമുക്കറിയാം ഫെറോ മാഗ്നറ്റിക് ആണ്. അയണിന്റെ രണ്ട് ഓക്സൈഡ് FeOയും Fe2O3യും ആന്റി ഫെറോ മാഗ്നറ്റിക് ആണ്. എന്നാൽ ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്താൽ കിട്ടുന്ന മിക്സഡ് ഓക്സൈഡ് Fe3O4 ഈസ് ഫെറി മാഗ്നറ്റിക്. അനദർ എക്സാമ്പിൾ MgFe2O4. ഇനി ഈ യൂണിറ്റിലെ കുറെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ 2 ഉണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക.
2 മാർക്ക് ക്വസ്റ്റ്യൻ 2 എണ്ണം ഉണ്ട്, അത് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഈ പേജിൽ 2 എണ്ണം ഉണ്ട്, അത് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് വായിച്ചിട്ട് ആ പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കണം. 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അത് വായിച്ചിട്ട് ആൻസർ ചെയ്യുക. പഠിച്ച ശേഷം ഇത്രയും ക്വസ്റ്റ്യൻസ് അസൈൻമെന്റായി ചെയ്യുമല്ലോ. ഓക്കെ.